യഥാർത്ഥ ജെൻസി എന്ന് പറയുന്നത് ഇത്തരം ആളുകളാണ്. കാരണം മൈഥിലി ഠാക്കൂർ എന്ന് പറഞ്ഞാൽ യാതൊരു രാഷ്ട്രീയ പശ്ചാത്തലവും ഇല്ലാത്ത ഒരു പെൺകുട്ടിയാണ്. പക്ഷേ അവിടെ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ വിശ്വാസം അർപ്പിച്ച് അവർ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങി മികച്ച വിജയം തന്നെ സ്വന്തമാക്കി എന്നുള്ളതാണ്. മൈഥിലിയെ നമുക്ക് എല്ലാവർക്കും അറിയാം, സുപ്രസിദ്ധ ഗായികയാണ്. ഭോജ്പുരി, അവധി, മഗഹി, അതുകൂടാതെ ഹിന്ദി എല്ലാ ഭാഷകളിലും അല്ലെങ്കിൽ ഇത്തരം വകഭേദങ്ങളിലൊക്കെ ഫോക്ക് സോങ്സ് ഒക്കെ പാടുന്ന വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ സെൻസേഷനാണ്. മുമ്പ് ഇന്ത്യൻ ഐഡലിലും അതുകൂടാതെ സരേഗാമാപ്പായിലൊക്കെ പോയിരുന്നെങ്കിലും അതൊന്നും വിജയിക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് വേറൊരു പ്രൊഫൈലിലേക്ക് മൈഥിലി എത്തിയിരിക്കുകയാണ്. ബീഹാറിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള MLA ആണ് മൈഥിലി ഠാക്കൂർ. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന വളരെ പോപ്പുലറായുള്ള ഒരു സ്ഥാനാർത്ഥി, ഒരു യുവതയുടെ പ്രതീകം എന്നൊക്കെ പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് BJP അവിടെ നിർത്തി വിജയിപ്പിച്ചിരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയെ വ്യത്യസ്തമാക്കുന്നത്. കാരണം എല്ലാ വിഭാഗം ആളുകളെയും പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. അപ്പം ജെൻസി കുറിച്ച് ഇനി ആരും അധികം സ്വപ്നം കാണണ്ട. ജെൻസി ഇപ്പോൾ നരേന്ദ്രമോദിക്കൊപ്പം ഉറച്ച് നിൽക്കുകയാണ്.